തൃശൂരിൽ കലാപൂരം. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ രണ്ടാം ദിനമായ ഇന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം. 268 പോയിന്റുമായി കോഴിക്കോട് മുന്നിൽ, 266 പോയിന്റുമായി കണ്ണൂർ തൊട്ടു പിന്നിലുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ തൃശൂർ 264 പോയിന്റ് നേടി. ഇത്തവണയും നിറഞ്ഞ സദസ്സിൽ മത്സരം. പൊടിപ്പാറ്റും മോഡൽ കല്യാണോ കല്യാണത്തരം വമ്പീനാൽ സഭ എമ്പിടും പല വമ്പരാലറ അടക്കയും ചേർന്താൽ നിറം മുട്ടട്ടറയിലെ മേലാപ്പു ചേല. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്ന്. നവമി, ഓരോ മണിക്കൂർ മുന്നോട്ട് പോകുമ്പോഴും പോരാട്ടം അത് കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും കോഴിക്കോടാണ് മുന്നിൽ. കപ്പ് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് വലിയ പുത്തരിയൊന്നും അല്ല, പക്ഷെ കണ്ണൂരും തൊട്ട് പിന്നിലുണ്ട് അല്ലെ? അതെ, ഭവ്യക്ക് എന്തായാലും സന്തോഷിക്കാം. ഭവ്യയുടെ കോഴിക്കോട് ഒന്നാമത് എത്തിയിരിക്കുകയാണ്. പക്ഷേ തൊട്ടു പിന്നാലെ കണ്ണൂരുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കില്ല കപ്പെന്നാണ് കണ്ണൂരുകാർ പറയുന്നത്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ആദ്യ മത്സരമെല്ലാം ഏകദേശം എല്ലാ വേദികളിലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ വേദിയിൽ നാടോടി നൃത്തം അവസാനിച്ചു. ഇനി ഒപ്പനയാണ്. ഒരു ലഞ്ച് ബ്രേക്കിന് ശേഷം ഒപ്പന ആരംഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഗ്ലാമർ ഐറ്റംസ് എല്ലാം ഓരോ വേദികളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന വേദിയിൽ മാർഗംകളിയാണ്. മാർഗംകളിയൊക്കെ ആളുകൾക്ക് എപ്പോഴും കാണാൻ ആകാംക്ഷയുള്ള, താല്പര്യമുള്ള, നിറഞ്ഞ സദസ്സുകളിൽ തന്നെ മത്സരം നടക്കുന്ന ഒരു ഐറ്റമാണ് മാർഗംകളി. നിങ്ങള് പാലക്കാട് സ്കൂളിന്റെ പേരെന്ന് പറയൂ. അസിസി സ്കൂളിൽ 25 വർഷമായി ഈ അസിസി സ്കൂളിൽ നിന്ന് മാർഗംകളി ടീം ഇവിടെ എത്തുന്നുണ്ട്. ഒന്നാം സമ്മാനം മേടിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത്. എ ഗ്രേഡ് നേടിയിട്ട് തന്നെയാണ്. മാർഗംകളിയിൽ അവരാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് അസിസി സ്കൂൾ പറയുന്നത്. +1, +2 വിദ്യാർത്ഥികളാണ്. അത് +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്കൊരു വിഷമം. അവരുടെ അവസാനത്തെ കലോത്സവമാണ്. കഴിഞ്ഞ വർഷവും വന്ന് സമ്മാനം വാങ്ങിപ്പോയി അല്ലേ? അപ്പൊ ഇത് അവസാനത്തെ കലോത്സവം +2. അതെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി ചെയ്തു, കുഴപ്പമില്ല. ഇനി റിസൾട്ടിന് വേണ്ടിട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി 2 ചുവട് വെച്ചാലോ? ശരി ഭവ്യ, നമുക്ക് ഇവരുടെ ഒരു ചെറിയൊരു ചുവടുവയ്പ് കണ്ടതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ആനന്ദം വരുമാറു മാലാകമാർ നിന്നിങ്ങു ലോകം ചേർന്നു ആചാരമാടക്കും പോലെ താരാകയാൽ കൂടി പൊതിയുന്ന പോൽ അതുപോഴു തണ്ണന്റെ മുൻപിൽ ചെന്നു താരാതരാൽ നിന്നവർ കൈകൾ കൂപ്പി കീർത്തിച്ചു മാഴി പോലാറിച്ചാരെ താര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് ആ പെട്ടോരു മൂനിവരൻ തന്നെ കണ്ടു താര കാൽക്കൽ വീണാടുതു കീഴാൻ ചൊല്ലി താര കുമ്പിട്ടു നിന്നവർ കേട്ടും നീക്കി വളരെ മനോഹരമായിരുന്നു. എന്റെ ആശങ്ക, നിങ്ങളെ കാലിത് വേദനിക്കില്ലേ കുട്ടികളെ? ഇത് എന്തൊരു ചവിട്ടുന്നേ? കുഴപ്പമില്ല, കളിച്ച് ശീലമായല്ലേ? ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാലുവേദനയൊക്കെ എടുക്കില്ലേ? കാലുവേദനക്കുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. കളിച്ച് ശീലമായി അല്ലേ? അപ്പൊ നിങ്ങളുടെ അധ്യാപകൻ ആരാ ഇത് പഠിപ്പിക്കുന്നത്? രവീന്ദ്രൻ മാഷിന്ന് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ മറ്റു കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് തന്നെ മടക്കം. മറ്റ് ഐറ്റം ഒന്നും നിങ്ങൾ ആരും ഇല്ല, മത്സരങ്ങളിലൊന്നും ഇല്ല. ഇനി അടുത്ത വർഷം ഇപ്പൊ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. ഞാൻ +2 ആണോ? ആദ്യമായിട്ടാണ്? അല്ല, ഇതിപ്പോ മൂന്നാമത്തെ വർഷം. മൂന്നാമത്തെ വർഷമായി. നിങ്ങൾ തന്നെ മൂന്നാമത്തെ വർഷമായി. അടുത്ത വർഷം വീണ്ടും വരാം. അപ്പൊ
പുതിയ കുട്ടികളുമായിട്ട് അല്ലേ? നിങ്ങളുടെ ജൂനിയേഴ്സുമായിട്ട് നിങ്ങൾ എത്തും. അങ്ങനെ ആണ് മാർഗംകളി. എന്ത് രസമല്ലേ കുട്ടികൾ ഇതൊക്കെ കളിക്കുന്ന കാണാൻ. ഇവരുടെ ആഭരണങ്ങളൊക്കെ ഇട്ട് വളരെ സുന്ദരികളായിട്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തി. അവരുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് എന്തായാലും ഇനി അതിന്റെ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എ ഗ്രേഡ് കിട്ടും, 1ാം സ്ഥാനം കിട്ടും, അതല്ലാതെ ഇവിടെ നിന്ന് മടങ്ങില്ല എന്ന് തന്നെയാണ് കുട്ടികളുടെ തീരുമാനവും. അങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും ഭവ്യ, ഓരോ വേദികൾ 25 വേദികളിലും ഓരോ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏറെ വൈകിയെങ്കിലും ഇന്ന് അങ്ങനെ വൈകലൊന്നും ഉണ്ടാകാതെ കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സംഘാടകരും വിശ്വസിക്കുന്നത്. വേഗത്തിൽ തന്നെയാണ് ഓരോ മത്സരങ്ങളും അവസാനിക്കുന്നത്. 18-ാം തീയതിയാണ് ഈ കലോത്സവം, ഈ കലോത്സവ പൂരത്തിന്റെ അവസാന ദിനം. അതുവരെ എല്ലാ വേദികളിലും മത്സരമുണ്ടാകും. ഇനി എന്തായാലും കൂടുതൽ അടുത്ത ബുള്ളറ്റുകളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. മിമിക്രി അടക്കം വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഐറ്റം ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടികളെ എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുകയുമാണ് ഭവ്യ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.